സിനിമയിലേക്കുള്ള വരവ് നമ്മൾ തിരിച്ചു പോകാം. ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഹിറ്റ് എന്ന് പറയുന്നത് ഉദയനാണ് താരം. ഏതാ? ഉദയനാണ് താരം. മെയിൻ ഹിറ്റ് അതായിരുന്നു. ശരിയാ. അതിൽ എനിക്ക് തോന്നുന്നു റിമിയുടെ ആ ഒരു എന്താ പറയുക ഡിക്ഷനൊക്കെ നന്നായിട്ടങ്ങ് ചേർന്നു. ചേട്ടാന്നുള്ളൊരു വിളിയും കുട്ടി എന്നെ കിട്ടില്ലല്ലോ ചേട്ടാ എന്നൊക്കെ വിളിക്കുന്നൊക്കെ എന്റെ രസമായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു പക്ഷെ അത് രണ്ടുപേരും പാടുവാണ്. ഞാൻ ചിത്രം വേണമെങ്കിൽ നടത്തി വിട്ടു. റിമി ടോമി അങ്ങനെ മലയാള സിനിമയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നല്ല ഗാനങ്ങളുടെ ശബ്ദവാഹികയായിട്ട് മാറുന്നു. പ്രധാനപ്പെട്ട ഒരുപാട് സംഗീത സംവിധായകർ, വിദ്യാസാഗർ, എം ജയേന്ദ്രൻ, അങ്ങനെ ഒരുപാട് അവർക്ക് വളരെ പ്രിയങ്കരിയായിട്ടൊരു ഗായികയായിട്ട് മാറുന്നു. പെട്ടെന്ന് സംഭവിച്ചതൊക്കെ സംഭവിച്ചതാണ്, ദ്രുതഗതിയിൽ സംഭവിച്ചു. കണ്ണാടി നോക്കിയിട്ട് ഇത് പഴയ റിമി ടോമി തന്നെയാണോ? പെട്ടെന്ന് സംഭവിച്ചതാണോ ഇത്? പെട്ടെന്ന് പറഞ്ഞാൽ സാധാരണ എത്രയോ ആൾക്കാർ ഒരു സിനിമയിൽ പാടാൻ വേണ്ടി കാത്തു നിന്ന് ഇങ്ങനെ ഒരുപാട് കോറസ് ഒക്കെ പാടി, അതൊക്കെ പാടി, ട്രാക്കെല്ലാം പാടി, ഇങ്ങനെ പാടി 5ഉം 10ഉം വർഷം ചിലർ മദ്രാസിൽ പോയി കിടക്കും. അയ്യോ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്റെ ജീവിതത്തില് എല്ലാം ദൈവാനുഗ്രഹമാണ്. കാരണം ധ്യാനത്തിനൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന എന്നെ കണ്ടിട്ടാണ് ഏഞ്ചൽ വോയിസിലെ ഷാജി നോച്ചേട്ടനൊക്കെ ഗാനമേള എന്നൊരു രീതിയിലോട്ട് ഞാൻ പോകുന്നത്. അതിന് മുമ്പ് ഏഞ്ചൽ വോയിസിന് മുമ്പ് എത്രയോ ട്രൂപ്പുകളിൽ പാടിയേക്കുന്നു, സ്ഥിരമായിട്ട് പാടി ഏഞ്ചൽ വോയിസിൽ. പിന്നെ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നാദൃഷിക്കയുടെ അവിടെ വരുന്നു, ആ അമ്പലത്തിൽ വരുന്നു. അപ്പം നാദൃഷിക്ക അവിടെ കാണുന്നു. അങ്ങനെയാണ് ചിങ്ങമാസം എന്നുള്ള പാട്ടിലോട്ട്. വല്ലാണ്ട് ഒരു സ്ഥലത്തും എനിക്ക് തേടി പോകേണ്ടതായിട്ട് ദൈവം അങ്ങനെ ഒന്നും വരുത്തിയിട്ടില്ല. തീർച്ചയായിട്ടും. ഈ സിനിമ തിങ്കൾ മുതൽ വെള്ളി വരെ അങ്ങനെ തന്നെയല്ലേ. കണ്ണൻ വന്നു, ആൻഡോ ചേട്ടൻ വന്നു, റിമിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സംസാരിച്ചു വരുവാന്ന് പറഞ്ഞ ശബ്ദം കൊണ്ട് അതെ, ആ ധൈര്യമാണ് ഒരു പക്ഷേ ഈ സിനിമയിലേക്കുള്ള വരവ്. പക്ഷേ പാട്ട് പാടാൻ പ്രത്യേകിച്ച് ആരുടെയും ഒരു ധൈര്യത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇല്ല, ചെറിയ പ്രായത്തിൽ റിമി പാടി തുടങ്ങി. ഈശ്വര ഗാനങ്ങള്, നൊവേന. തീർച്ചയായിട്ടും. അന്ന് പാടിയിരുന്ന ഭക്തിഗാനം ഏതായിരുന്നു റിമി? ഓർമ്മയുണ്ടോ? സ്ഥിരമായിട്ട് പാടിയിരുന്നു. ഒരുപക്ഷെ വന്ന വഴിയിലേക്കൊന്നും വേണമെങ്കിൽ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട്. പള്ളിയില് പ്രത്യേകിച്ച് ലാലം പഴയ പള്ളി. ഇന്നിപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ വീടിന്റെ അടുത്തായതുകൊണ്ട് എടപ്പള്ളി പള്ളി ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ഫാദർ സെബാസ്റ്റ്യൻ പടിക്കാക്കുഴിയിലല്ലേ അവിടുത്തെ വികാരി? അതേലോ. പണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് ചന്ദ്രകുന്നേലച്ചനുണ്ടായിരുന്നു. എനിക്ക് റിമിയുടെ ആ പള്ളിയിൽ ഇടവകയിൽ എല്ലാ വികാരിയാരും. അയ്യോ, അച്ഛന് പിന്നെ ഞാൻ കൊച്ചിലോട്ട് സ്കൂൾ ക്യാമ്പുകള്, യൂത്ത് ഫെസ്റ്റിവല്, KCSL എന്ന് വെച്ചാൽ എല്ലാ സംഘടനയിലും ധ്യാനം ക്യാമ്പ് എല്ലാത്തിലും ജീസസ് യൂത്ത് എന്ന് വേണ്ട എല്ലാ ഇതിലും ഉണ്ടാവും. ഞാൻ എല്ലായിടത്തും ഉണ്ടായിരുന്നു. സർവകലാ വല്ലഭയായിട്ട് എപ്പോഴും എന്റെ മനസ്സിൽ ഓർക്കുമ്പോ പാലാപ്പള്ളിയിലെ കുർബാനയുടെ ഇടയിൽ നമ്മൾ പാട്ട് പാടും. അപ്പൊ കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് ഇങ്ങനെ പാട്ട് കേട്ടോണ്ട് എല്ലാവരും ലയിച്ചിരിക്കുകയും നമ്മളത് ആസ്വദിച്ച് പാടുന്ന ആ ഒരു സുഖം. ആ ചില പാട്ടുകൾ ഒത്തിരി ഉണ്ട്. അനുപമ സ്നേഹിച്ചത്, വാഴ്ത്തിടുന്നതാ, ഇഷ്ടംപോലെ പാട്ടുണ്ട്. ഇത് നമ്മള് ലാലം പഴയ പള്ളിയിലെ ഇടവകയിലെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പാടി കൊടുക്കുകയാണ് കേട്ടോ. അതെ, സെബാസ്റ്റ്യൻ പടിക്കാക്കുഴി അച്ഛൻ, വികാരി അച്ഛൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണ്ടി പാടിത്തിരുന്നാണ് റിമി. ഇപ്പൊ ഇടവക മാറിയല്ലേ? ഇടവക മാറിയാലും മനസ്സിന്റെ പകുതി അവിടെ ലാലംപള്ളിയിലല്ലേ ഇപ്പൊ? അതെ, ലാലംപള്ളി. പക്ഷേ ഈ പുണ്യാളച്ചൻ, ഗീവർഗീസ് പുണ്യാളച്ചൻ നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട്. ഏത് കാര്യം, അത് ഇന്ന മതക്കാരനൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കും വേണേൽ ട്രൈ ചെയ്ത് നോക്കിയോ, ഏത് കാര്യവും കറക്റ്റ് ആയിട്ട് സാധിച്ചു തരും. ഞാനൊരു അന്യമതക്കാരനൊന്നും അല്ല. ശരിയാണല്ലോ. ശരി. എല്ലാ ഞായറാഴ്ച പള്ളി പോവാ. പാട്ട് പാടിയപ്പോ കണ്ണിൽ വീണ്ടും വെള്ളം വന്നാ? ഇല്ല, തോന്നിയായിരിക്കും. അതെ, അങ്ങോട്ട് ലയിച്ച് പാടിയ പോലെ എനിക്ക് സംശയം വന്നു. ദൈവത്തിനങ്ങ് ലയിച്ച് പാടിയോ എന്നുള്ളത്. ചില സമയത്ത് ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണിക്കൂടെ ഇങ്ങനെ വെള്ളമൊക്കെ വരില്ലേ? കണ്ണിൽ വെള്ളം ബ്രിട്ടാ സാറിന്റെ അടുത്ത് കാണിക്കരുതേന്ന് ഞാൻ ആഗ്രഹിച്ചാലും കണ്ടുപിടിക്കും. കാരണം കണ്ണി വെള്ളം വന്നു കഴിഞ്ഞാൽ സാർ അങ്ങ് വാചാലാകും അല്ലേ, ഇൻട്രസ്റ്റ് കൂടും. പക്ഷെ എനിക്ക് ഇഷ്ടം എന്നറിയോ, റിമിയുടെ കണ്ണിൽ കുറച്ച് വെള്ളം വരണത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലല്ലേ, ആ സൗന്ദര്യം കാണാൻ വേണ്ടിയല്ലേ? അതല്ലേ, വെള്ളം കണ്ണില് വെള്ളം ഇല്ലാത്ത കണ്ണ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട്. പിന്നെ കല്യാണം കഴിച്ചാൽ പോലെ അവളെ കരച്ചിൽ ആരംഭിച്ചല്ലേ. ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞ് കണ്ണ് നിറയുമ്പോഴും ആരോടെങ്കിലും പറയുമ്പോഴൊക്കെ അതൊരു പ്രത്യേക ഒരു മനസ്സിൽ ചില ഇത് ഒഴിയുന്നു. പക്ഷെ അങ്ങനെ ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ എപ്പോഴും പറയുന്നതാ. റിമി സാധാരണഗതിയിൽ ഒരുപക്ഷെ കരയാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും ആത്മാർത്ഥമുള്ള മനസ്സിന്റെ ഏറ്റവും വലിയ ലക്ഷണം. എന്നാൽ സിനിമയില് ഗ്ലിസറിന് ഒരു 10 കുപ്പി ഒഴിച്ചിട്ടും യഥാർത്ഥ കണ്ണുനീര് വരുന്നില്ല. ഏത് രംഗത്തായിരുന്നു കരയേണ്ട വന്നു? ആ ഒരു രംഗമുണ്ട്. സസ്പെൻസ് കളയണോ വേണ്ടോ? വേണ്ട, അതൊരു ക്ലൈമാക്സ്, ഒരു ക്ലൈമാക്സ്, ഒരു രംഗമുണ്ട്. എന്റെ
രംഗമുണ്ട്. ആ അത് കാണുമ്പോൾ ഇതുവരെ ഞാൻ ഒരിടത്തും ഈ ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ആ ഗെറ്റപ്പിൽ എന്നെ ഒരിടത്തും കണ്ടിട്ടുണ്ടാവില്ല. പുഷ്പവല്ലിയുടെ ഏറ്റവും വലിയ പ്രയോഗമായിരുന്നത് ഇത് പരം ഒരു മേക്ക് ഓവർ ഇല്ല എന്ന് തന്നെ പറയാം.